ഹലോ, അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറമ്പിലാണെങ്കിൽ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അതേപോലെ നല്ല രീതിയിൽ കാർമയൊക്കെ ഒന്ന് ഇരുണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് നല്ല വെയിലും ചൂട് തന്നെയാണ്. അപ്പോൾ ദിവസങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കുറേ നാളുകളെന്ന് തന്നെ പറയേണ്ടത്. മാസങ്ങളായിട്ട് നമുക്കിപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്നാലും അതിന് ശേഷം അതായത് ഒത്തിരി നാൾക്ക് ശേഷം നല്ലൊരു അടിപൊളി വേനൽ മഴ കിട്ടി തന്നെ പറയട്ടെ. അപ്പോൾ വേനലായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ചാറ്റിലാട്ട് ആകെ കിട്ടിയിട്ടുണ്ട്. ഒരു നല്ലൊരു മഴ പെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റട്ടെ. അപ്പോൾ നല്ലൊരു മഴ പെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നലെ നല്ലൊരു കിഡിലൻ മഴ പെയ്തിട്ട് ഒരു മണിക്കൂർ അടുപ്പിച്ച് നല്ല രീതിയിൽ തന്നെ തകർത്ത് പെയ്തു തന്നെ പറയട്ടെ. നല്ലൊരു കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. നന്നായിട്ട് മണ്ണൊക്കെ നല്ല അടിപൊളിയായിരുന്നു പറയട്ടെ. കാരണം അത്രയും ദിവസത്തെ ചൂടിനൊക്കെ ഒരു ശമനമായിട്ട് ആ ഒരു മണ്ണൊക്കെ ആയാലും നന്നായിരുന്നു. ആ ഒരു ചൂടിൽ നിന്നൊന്നൊരു ആശ്വാസം പകർന്നു എന്ന് പറയാം. അതേപോലെ തന്നെ ചെടികൾക്കായാലൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടൊരു എഫക്റ്റ് കിട്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഇനിയിപ്പോൾ കൈവച്ച് നനച്ച് കൊടുത്താൽ പോലും അതുപോലെ തന്നെ സ്പ്രിംഗർ ഇട്ടാൽ പോലും നമുക്ക് ആ ഒരു മഴ പെയ്യുന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് എത്രയായാലും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അപ്പം എന്തായാലും അത് നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ ഇതാ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്നത്തെയും പോലെ നല്ല അടിപൊളിയായിട്ട് കിളികളുടെ സൗണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടുണ്ട് കേട്ടോ. പലതരം കിളികളുടെ സൗണ്ട്. അതേപോലെ തന്നെ ഇന്നൊരു മഴക്കാരൻ കേട്ടോ, പെയ്യുന്നൊന്നും അറിയില്ല. കാരണം പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ചീവീടായിട്ടും അതുപോലെ ചെറിയ ബേർഡ്സൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടാവാറുണ്ട് കേട്ടോ. പൊതുവേ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരുപാട് കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ അതൊരു ക്വാളിറ്റി കുറച്ചുകൂടി കൂടാറുണ്ട്. അപ്പം എന്താ പറയുക, ഇന്ന് നല്ല രീതിയിൽ തന്നെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ തവളയൊക്കെ കരയുന്നു കേട്ടോ. മഴ പെയ്യുമെന്ന് അറിയില്ല, എന്തായാലും പെയ്യുകയാണെങ്കിൽ പെയ്യട്ടെ. കാരണം പെയ്ത് കഴിഞ്ഞാൽ കാരണം ഒരു മഴയാണല്ലോ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ട് മഴയും കൂടി കിട്ടിയാൽ ഒന്ന് സെറ്റ് ആകുമല്ലോ. അപ്പം ഒരു മഴ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസം എന്ന് പറയട്ടെ. കാരണം അത്രത്തോളം നല്ല രീതിയിൽ തന്നെ കേട്ടോ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം പെയ്തിട്ടുണ്ട്. അതൊരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഡ്യൂറേഷനിലങ്ങ് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ചെടികളൊക്കെയാണ് നല്ല പച്ചപ്പായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ചോളങ്ങൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ചോളമൊക്കെ ആ കതിരൊക്കെ ഇട്ട് അതേപോലെ തന്നെ കായൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് അപ്പോൾ എന്താണ് മൂത്തിട്ടൊന്നുമില്ല, മൂക്കാൻ വേണ്ടി കുറച്ചൊരു എന്താ പറയുക 2 വീക്കൊക്കെ എടുക്കുമായിരിക്കും ഇവിടെ എന്തായാലും. അപ്പോൾ അതിനുശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചോളം തന്നെ പറിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഒരുപാട് പൂച്ചെടികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഫ്ലവേഴ്സ് നമ്മുടെ ഗാർഡനിൽ വെറൈറ്റി ചെയ്യണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് കിടിക്കാച്ച സാധനമാണ് ഒന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സംഭവം നമുക്ക് എപ്പോഴും അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല, ഒരു സീസണിലോ കാര്യങ്ങളൊന്നും അല്ല. അതായത് നമുക്കത് എപ്പോൾ ഉണ്ടാവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പം ഇന്ന് എന്തായാലും കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും സംഭവം എന്താ നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴിക്കായിട്ട് ഒരു ചോളം ആയാലും അതുപോലെ തന്നെ ചോളത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു കുറ്റിപ്പാരെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏലമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് സത്യം പറഞ്ഞത് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ആ ഒളിച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവറിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നേരിന് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ അടുത്ത് തന്നെ ആയിട്ട് ഒരുപാടൊന്നും പോകാനില്ല. കാണിച്ചിടാൻ വേണ്ടി പോണത് പൂവാണെങ്കിൽ നമുക്ക് ഗാർഡനൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ പറമ്പിലുണ്ടായിട്ടൊരു സംഭവം കേട്ടോ. ആ ഒരു ഫ്ലവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേനയുടെ പൂവുണ്ടല്ലോ. അപ്പോൾ അതാട്ടോ സംഭവം. അപ്പോൾ ഈ ഒരു ചേനയുടെ പൂ നമുക്കങ്ങനെ എപ്പോഴൊന്നും കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു ചേനയുടെ പൂ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ ഇങ്ങനെ പറമ്പിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പോലെ പല സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരുപാട് പേരൊന്നും കണ്ടു കാണുന്ന കണ്ടവരും ഉണ്ടാകും. എന്നാൽ പോലും ചിലർക്കെങ്കിലും ഒരു പുതിയൊരു ഐറ്റം തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അവർക്ക് ഞാൻ എന്തായാലും ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ സംഭവം നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ടാണ്. നിങ്ങൾ ഒരുപാട് അങ്ങ് വിരിഞ്ഞു പോയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഐറ്റം നോക്കി, ഇതാണ് നമ്മുടെ ചേനപ്പൂ. ഒരുപാട് സുരക്ഷിത കവചങ്ങൾക്കുള്ളിൽ നോക്കി എത്ര സേഫായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വലുതായിട്ട് അങ്ങനെ വിരിഞ്ഞു പോയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കളർഫുള്ളായിട്ട് നോക്കി നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. ഇതിങ്ങനെ അത്യാവശ്യം നല്ല സൈസ് വയ്ക്കുന്നൊരു പൂ തന്നെയാണ്. അപ്പം നല്ലത് ഒരുപാട് അങ്ങനെ വിരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല. അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കേണ്ട ഒരു കറക്റ്റ് പരുവത്തിലാണ് നിൽക്കുന്നത്. നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ, കുഞ്ഞതായിട്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സംഭവം. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. അത് നമ്മുടെ വാക്കത്തി ഒന്നും എടുത്തില്ല. നമ്മൾ ജസ്റ്റ് കൈ വെച്ച് തന്നെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ കിട്ടാതെ എപ്പോഴൊന്നും കിട്ടാറില്ല. കാരണം ഈ ഒരു ചേനപ്പൂ ഇവിടെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിക്കാൻ നിർത്തിയ ഒരു ചേന അതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു പൂ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു വർഷം പുറകിലേക്ക് ഇങ്ങനെ പറിക്കാതിട്ടുള്ള ചേനകളിലൊക്കെ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഉണ്ടായി വരുമ്പോഴേ നമുക്കത് എവിടെയാണെന്നൊക്കെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടത് സത്യം പറഞ്ഞാൽ നമുക്കിത് എവിടെയാണെന്നൊന്നും അങ്ങനെ ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ഒരു പൂ ഇങ്ങനെ ഉണ്ടായി വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടിയത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചേന ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മുന്നേ ഉള്ള ചേന ആയതുകൊണ്ട് നല്ലൊരു മൂപ്പ് എത്തിയിട്ടൊരു ചേന കൂടി കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വലുപ്പ് കൂടി വെക്കുന്ന ചേന, പിന്നെ അതുപോലെ നല്ല പൊടി കൂടി ഉണ്ടാവും കേട്ടോ. മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഒരു ചേന നന്നായിട്ട് മൂപ്പ് എത്തിയിട്ട് നമ്മൾ ആ ഒരു വർഷം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മേളിലേക്ക് വരുന്ന കണ്ടിട്ടില്ല, അത് ഫുള്ള് ഇങ്ങനെ മണ്ണോട് അലിഞ്ഞ് ചേരുമല്ലോ. കാരണം നന്നായിട്ട് മൂപ്പ് എത്തിയിട്ട് അത് ഫുള്ള് മണ്ണോട് അലിഞ്ഞ് ചേർന്നിട്ട് വീണ്ടും ഇതുപോലെ പൂവൊക്കെ വന്നതിന് ശേഷം ആ പൂ നമ്മൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും പുതിയ ആ ഒരു ചേനയുടെ ഒരു തണ്ടില്ല അത് വീണ്ടും തിന്നു കേട്ടോ ഡെവലപ്പായി വരിക.
പിന്നെ നമ്മളിതുപോലെ ചേനയുടെ പൂവൊക്കെ കാണുന്ന ഒരു ടൈമിൽ നമ്മൾ പിന്നെ നാളെ പറിക്കാമെന്ന് പറഞ്ഞ് നമ്മളത് മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം വരുന്നത് പെട്ടെന്നാട്ടോ അങ്ങ് വിരിഞ്ഞു പോകും. അപ്പൊ നോക്കി ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് പരുവാട്ടോ, ഒരുപാട് അങ്ങനെ വിരിഞ്ഞൊന്നും പോകാതെ ഒരു കറക്റ്റ് പരുവത്തിലാട്ടോ അപ്പൊ നിൽക്കുന്നത്. അപ്പൊ തോരൻ വെച്ചാലായാലും നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടി പറ്റുമ്പോഴും അതൊക്കെ നല്ല അടിപൊളി മസാല ഇട്ടിട്ട് നമുക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്ലൻ ടേസ്റ്റിന് ഇടം തരാം. നോക്കി ഒരുപാട് കഷ്ടപ്പെടാതെ നമുക്ക് ജസ്റ്റ് 2-3 തിരിയിരിക്കുമ്പോഴത്തേക്കൊക്കെ എന്തായാലും കയ്യിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നോക്കി ഉള്ളിലേക്ക് കാണാൻ ഒരു പ്രത്യേക രസമാണ്. കാരണം ആ ഒരു നല്ല രീതി തന്നെ നോക്കി പുറത്തേക്ക് ആയാലും ഫുള്ള് കവറിങ് ഒക്കെ ആയിട്ട് അതിന്റെ ഉള്ളിലാണെങ്കിലും അതിന്റെ വേറൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു ഫ്ലവർ തന്നെ പറയാല്ലേ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പൂ നമുക്കൊന്ന് പൊളിച്ച് നോക്കാട്ടോ. നോക്കി നല്ല രീതിയിൽ സംഭരണ കവചങ്ങൾ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടാട്ടോ കിടക്കുന്നത്. ചിലർക്ക് ഈ അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവും, ചേനയൊക്കെ തട്ടി ചൊറിയുന്ന ഒരു പ്രശ്നമുള്ളവർക്ക് ഇതൊക്കെ പൊളിക്കുന്ന സമയത്ത് അതുപോലത്തെ എടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് തന്നെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്കങ്ങനെ ചേന അലർജിയുള്ളൊരു കൂട്ടത്തിലല്ല കേട്ടോ. അതങ്ങനെ ചേന പച്ചക്കേനെ എടുത്തിട്ട് നമ്മളിങ്ങനെ തോലൊക്കെ ചെയ്തു ആ ഒരു ടൈമിലായാലും നമുക്ക് ചൊറിയാറില്ല. അതുകൊണ്ട് കേട്ടോ ഞാൻ എത്ര സേഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് അങ്ങനെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ട്, ഇത് കാണാൻ എന്ത് ഭംഗിയാലേ. അതേപോലെ തന്നെ ഇത് ഒരുപാട് അങ്ങ് വിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊള്ളത്തില്ല കേട്ടോ. നമുക്ക് കറി വെക്കാനായാലും അതുപോലെ തോരൻ വെക്കാനൊക്കെ ആയാലും നമുക്കിത് ഒരുപാട് ഗുണങ്ങൾ കൂടി ഉണ്ട്. നമുക്ക് എപ്പോഴൊന്നും കിട്ടുന്നത് കൂടി അല്ല. നമുക്ക് ഇതങ്ങനെ ഒന്ന് വേസ്റ്റ് ആക്കാമല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം അതേപോലെ തന്നെ ഇത് താഴേക്കായാലും മൊത്തത്തിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന കൂടിയാണേ. അപ്പൊ ഈ ഒരു പുറം തോട്, അതായത് അതിന് പുറത്ത് ഇങ്ങനെ പുതിഞ്ഞ് സംഭരിച്ചിട്ടുള്ള ആ ഒരു സംഭവം നമ്മളിപ്പോൾ പൊളിച്ചെടുത്തപ്പോൾ അതിന്റെ ഉള്ളിൽ കാണുന്ന ഒരു ടെക്സ്ചർ ഈ ഒരു രീതിയിലാട്ടോ. അപ്പോൾ ഉള്ളിൽ നമുക്കൊരു പുറത്ത് അത്രയും സോഫ്റ്റ് അല്ല കേട്ടോ, കുറച്ച് ഹാർഡാട്ടോ. കാരണം ആ ഒരു കുഞ്ഞൊരു സംഭവങ്ങളോ അത് നോക്കി അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചപ്പോൾ ആ ഒരു അറ്റമൊക്കെ പൊട്ടിയിട്ട് എന്റെ കയ്യിലേക്ക് പോകുന്നുണ്ട്. അതാ സംഭവം വേറെ ആ ഒരു കുഞ്ഞു കുത്തു പോലെ. അതുപോലെ തന്നെ ഒരു ഫുള്ളൊരു യെല്ലോ കളറിൽ ഉള്ള ഒരു ഭാഗം കണ്ടോ. അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ല ഹാർഡാണ്. അപ്പൊ അതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാനും കുറച്ച് പാടാണ്. അതുപോലെ തന്നെ നല്ല ഹാർഡായതുകൊണ്ട് നമുക്കിതിപ്പോ കറിയാണെങ്കിലും അതുപോലെ തന്നെ തോരനൊക്കെ ആയാലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചുങ്ങി പോകും. നമ്മുടെ ചീരയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ അങ്ങ് ഒതുങ്ങി പോകുന്ന പോലെ നമുക്ക് തോന്നില്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ വെക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു സാധനം തോരൻ വെച്ച് അതെല്ലാം നന്നായിട്ട് കുക്കായതിനു ശേഷം ആ ഒരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവുകയെ. അപ്പൊ എന്താണ് നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് തോരൻ വെക്കാട്ടോ. അപ്പൊ ഇതുപോലെ ചേനപ്പൂക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൈയോടെ തന്നെ പൊട്ടിച്ചെടുത്തോട്ടോ. ഇതൊരു പൂവാണെങ്കിൽ പോലും പൂവിന്റെ ഒരു സോഫ്റ്റ്നെസ് ഇല്ലാത്തൊരു ഭാഗമാട്ടോതാ ഈ കാണുന്ന ഈ ഒരു ഭാഗം. പ്രകൃതി നമുക്ക് ഈ ഒരു ലോകത്ത് എന്തൊക്കെയല്ല സമ്മാനിച്ചിട്ടുള്ളത്. നോക്കി എന്ത് മനോഹരമായിട്ട് ആ ഒരു ഫ്ലവർ അതിൻ്റെ ഉള്ളിൽ ഇത്രയും നല്ല സേഫ് ആയിട്ടിരിക്കുന്നു. നോക്കി ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മുത്ത് പോലെ അത്രയും അടുപ്പിച്ച് ഒരു ചെറിയൊരു ഗ്യാപ്പും ഇല്ലാതെ അത്രയും നല്ല അടിപൊളിയായിട്ടോ വന്നുള്ളത്. അതിന്റെ മേൽഭാഗത്താണെങ്കിൽ നോക്കി ഒരു കിരീടത്തിന്റെ സെറ്റപ്പ് നല്ല അടിപൊളിയായിട്ട്. കളറാണെങ്കിൽ അതേപോലെ തന്നെ നോക്കി നല്ല ബ്രൈറ്റ് ആയിട്ടൊരു കളറാണേ. പിന്നെ ഒരു ചേനയൊക്കെ കയ്യിലെടുക്കുമ്പോഴേ ചൊറിയുന്ന കൂട്ടരാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് വരുന്നത്. കാരണം അത് പ്രത്യേകം എടുത്ത് പറയണം. കാരണം എനിക്ക് അങ്ങനെ ചൊറിയുന്ന പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും സേഫായിട്ട് കയ്യിൽ വെച്ചുള്ളത്. കാരണം ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന ടൈമിൽ അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു കറ പോലെ സംഭവം. അപ്പോൾ അതൊക്കെ നമുക്ക് കയ്യിൽ തട്ടി ചൊറിയുന്നവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചൊറിയുണ്ട്. പിന്നെ നമുക്ക് തോരൻ വെക്കാൻ നമ്മൾ ചിലപ്പോൾ ബാക്കി കണ്ടുവന്ന് വരില്ല. അതുകൊണ്ട് അതൊക്കെ നല്ല സേഫായിട്ട് തന്നെ വേണം ശ്രദ്ധിക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ആവണിക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കാട്ടോ ഇത് കൊണ്ടുപോയിട്ട്. അപ്പം എന്തായാലും ആളവിടെ ഇരിക്കുന്നുണ്ട്. എന്താ പരിപാടി നമുക്ക് നോക്കാം. ഹായ് ആവണിക്കുട്ടി, എന്താ പണി? മീമിക്ക് അപ്പാപ്പ് കൊടുക്കുവാണോ? മീമിക്ക് അപ്പാപ്പ് കൊടുക്കാന്നുള്ള പേര് പറഞ്ഞിട്ട് എന്താ ചെയ്യണേ? വാവേനെ കുളിപ്പിക്കാൻ വന്നതാ? ആവണിക്കുട്ടി ഇവിടെ ഒക്കെ നോക്കട്ടെ. അയ്യോ വാവയ്ക്ക് തണുക്കുണ്ടാവില്ല പൊന്നാ. കുറച്ച് നേരമായിട്ടോ ആളോട് വന്നിട്ട് കാര്യമായിട്ട് ഇവിടെ പരിപാടിയാണ്. അതേപോലെ അവിടെ നമ്മുടെ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, ഈ നെറ്റ് ഫുള്ള് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ള് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ പിടിച്ച് കൊണ്ടുപോകുന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അതായത് നമുക്ക് ഇവിടെ ഒരു പൊന്മാൻ്റെ ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു പൊന്മാൻ ഇങ്ങനെ വന്ന് മീനിനെ പിടിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ശല്യത്തിന് നമുക്കൊരു മോചനത്തിന് വേണ്ടിയാണ് നമ്മളിതുപോലെ ഈ ഒരു നെറ്റ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെല്ലാം നല്ല സേഫായി തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളിവിടെ കാലെല്ലാം അടിയിലേക്ക് ഇട്ടതാ നോക്കിയിരിക്കുന്നത്. നമ്മളിതുപോലെ കുറച്ച് നേരം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം അവരുടെ ആ ഒരു കളിയൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. വാവേനെ ഫുള്ള് താഴെ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ മുക്കിയത് വാവേനെ തുടച്ചു കൊടുക്കുന്നതൊക്കെ കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം കൊണ്ട് കാലക്കഥ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അവർ താഴെ പോയിടും. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ വശിക്കുന്നത് അവർ താഴെ പോയിരിക്കുകയാണ്. അപ്പോൾ വയറ് നിറയുന്നവരിങ്ങനെ മേളിൽ കൂടി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും എവിടെ മീമി കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോയോ? മാമു കൊടുത്തോ? അപ്പാപ്പു മാമു കൊടുത്തോ? ഇപ്പം നമ്മളീ ഒരു നെറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ തന്നെ അതായത് ഈ ഒരു മീൻ കുളത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇവിടെ ഒരു നമ്മുടെ പേരക്കയുടെ മരം, അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പേരക്കയുടെ മരമാണ്. അതുപോലെ തന്നെ
അതിലാണെങ്കിൽ ഒരുപാട് പേരയ്ക്ക പഴുത്തത് തോന്നുന്നുണ്ട്. പച്ചയായിട്ട് ഒത്തിരി പേരയ്ക്ക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല രീതിയിൽ കാറ്റൊക്കെ വീശിട്ടാണ് നേരെ വന്നിട്ട് ഈ ഒരു കുളത്തിലേക്ക് ആട്ടോ വീറക്കുന്നത്. നെറ്റ് കിട്ടുകൊണ്ട് ഇനിയിപ്പോൾ സേഫ് ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ ബൈ.